സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി. 25 കൊല്ലം മുമ്പുള്ള കഥകളെ പറയുന്നത്. പാട്ട് എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. ഫ്രാങ്ക് ഏട്ടനുള്ള എക്സ്പീരിയൻസ് എങ്ങനെ? നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ട് എടുത്ത് നമ്മള് മറ്റേ പാടി കൊടുക്കുന്ന പാട്ടായിരുന്ന സമയത്ത് തലമുറേനെ കുലുക്കിയിട്ടുള്ളതാണ്. ജീവിതകാലം മൊത്തം കേട്ടിരിക്കണ ഒരു സാധനം. മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഔസേപ്പച്ചൻ ടോട്ടലി ഡിഫറെന്റ് ആണ്. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലേ, ഇന്നീലമിഴി കോണുകളിൽ കവിത കണ്ടില്ലേ. ഞാനെന്ന 90s കിഡിനെ ഒരു വികാരായിരുന്നു. സുന്ദരിയേവാ ചിന്തിക്കാൻ പറ്റുമോ? അതൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഒരുപാട് നമ്മുടെയൊക്കെ എക്സ് പ്രണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള പാട്ടായതുകൊണ്ടും ഒരു 90s കിഡ് ആയതുകൊണ്ടും ഈ പാട്ടിന് നമ്മുടെ ജീവിതാവസാനം വരെ ഒരു വാല്യൂ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ഓർമ്മകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിലൊരുപാട് ആ സമയത്ത് ഒരുപാട് പാട്ടുണ്ട്. ചെമ്പകമേ എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. അപ്പൊ ഈ പാടിയ ആളെ കുറെ നാളായിട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തൃശ്ശൂർ അന്വേഷിച്ചു, അത് കഴിഞ്ഞ് നമ്മള് കേരളം മൊത്തം അന്വേഷിച്ചു, അത് കഴിഞ്ഞ് ഇന്ത്യ മൊത്തം അന്വേഷിച്ചു, അത് കഴിഞ്ഞ് അന്വേഷിച്ച് അമേരിക്കയിലെ ഹോളിവുഡ് വരെ എത്തേണ്ട വന്നു. നമ്മളിപ്പോ ലോസ് ആഞ്ചലസിലെ ഹോളിവുഡിലാണ്, വെസ്റ്റ് ഹോളിവുഡിന്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഒരു പുലിയുണ്ട്, നമ്മുടെ ഒരു തൃശ്ശൂരുകാരൻ തന്നെയാണ് ഫ്രാങ്കോ ചേട്ടൻ. അപ്പൊ ഇന്ന് നമ്മുടെ എപ്പിസോഡ് പോണതില്ലേ ഒരു മ്യൂസിക്, ഒരു ലവ്, ഫുൾ പവർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു മ്യൂസിക് എപ്പിസോഡായിട്ട് നമുക്ക് തീർക്കാം. ഇന്നത്തെ ഒരു വെറൈറ്റി എപ്പിസോഡാണ്. നമ്മുടെ ഫ്രാങ്കോ ചേട്ടൻ ഇവിടെയാണ് താമസിക്കുന്നത്, ലോസ് ആഞ്ചലസിലാണ് താമസിക്കുന്നത് ഫാമിലി ആയിട്ട്. അപ്പൊ ഫ്രാങ്കോ ചേട്ടനോടൊപ്പം ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോണ്. അപ്പൊ പുള്ളിക്കാരന്റെ പാട്ടുകളും ഓർമ്മകളും നമ്മുടെ ഓർമ്മകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ എപ്പിസോഡ്. ഇന്നത്തെ ഒരു മ്യൂസിക്കൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ ഫ്രാങ്കോ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ മീൻ പ്രാന്തന്റെ അടുത്ത് താറ്റൊക്കെ പറഞ്ഞിറങ്ങി. മീൻ പ്രാന്തന്റെ കൂട്ട കിടിലൊരു 3-4 എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. നിങ്ങളെല്ലാവരും കഴിഞ്ഞ എപ്പിസോഡൊക്കെ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മീൻ പ്രാന്തനോടൊക്കെ യാത്ര പറഞ്ഞ് രാവിലെ തന്നെ ഫ്രാങ്കോ ചേട്ടന്റെ അടുത്തേക്ക് എത്തിരിക്കുക. അപ്പൊ നമ്മൾ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അപ്പൊ അടുക്കാറായപ്പോ ഒരു ഇൻട്രോ പറയണ്ട, ഒരു ഇൻട്രോ പറയാൻ നമ്മൾ വണ്ടി നിർത്തിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ആകെ 5 മിനിറ്റ് ഉള്ളൂ ഫ്രാങ്കോന്റെ വീട്ടിലേക്ക്. നമുക്ക് നേരെ വെച്ച് പിടിക്കാം. അങ്ങനെ ഫ്രാങ്കോ ചേട്ടന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും എനിക്കുണ്ട് കേട്ടാ. കുറെ നാള് നാട്ടിലുണ്ടായിരുന്നു പുള്ളി, കുറച്ച് നാള്. എൻ്റെ ഒക്കെ ആ സമയത്ത് ചെറുപ്പത്തിലൊക്കെ പുള്ളിക്കാരൻ നാട്ടിലായിരുന്നു. അന്നൊക്കെ കാണുന്നത് ഭയങ്കര, നമ്മൾ ഗാനമേളയ്ക്കും അല്ലെങ്കിൽ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ ഫ്രാങ്കോ ചേട്ടൻ വരുമ്പോൾ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും കാണാൻ പറ്റാത്തത്, നമ്മൾ അമേരിക്ക വരെ വരേണ്ട വന്നു നമുക്ക് കാണാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് നമ്മൾ പോണത്. ഇന്ന് പുള്ളിക്കാരൻ്റെ ഒപ്പമുള്ള ഒരു കഥയാണ്, ആളുടെ കഥയും സ്റ്റോറിയും അന്നത്തെ നമ്മുടെ സുന്ദരിയായ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ നമുക്ക് പതുക്കെ അടുക്കാട്ടാ. നമ്മളിത് ഇനി ആകെ 2 മിനിറ്റിനുള്ളിൽ ആളെ വീട്ടിലെത്തിട്ടാ. ഇയാള് വീടെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സ്നേഹം കൊണ്ടാട്ടാ. നമ്മളിങ്ങനത്തെ എപ്പിസോഡ് വരെ ഒരു മ്യൂസിക്കൽ എപ്പിസോഡ് വരെ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു പാട്ടിന്റെ പിന്നിലെ കഥകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കാൻ പോണത്. എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഹെവി സ്ട്രീറ്റും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. സ്റ്റോപ്പ് സൈൻ ഒന്നും ഇല്ലോ. ഓക്കെ, പിന്നെ 1 മിനിറ്റ് ഇടാ. നമ്മള് ഏകദേശം അടുക്കാറായി സുഹൃത്തുക്കളെ. കാണാനില്ലല്ലോ ഈശ്വരാ. The destination is on your left, 13710 Gardenland Avenue. 107 അല്ലേ? ഈ കാണാണ് ഫ്രാങ്കോച്ചേട്ടൻ്റെ വീട്. നമ്മള് റോട്ടിൽ തന്നെ ഇടേണ്ടി വരുന്നുണ്ട്. പകുതി മുക്കാലും റോട്ടിലാണ് ഇടണം. ഫോട്ടോ കോപ്പല്ലേ ഫുൾ പവർ. എനിക്ക് ഇടാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കാണാണ് ഫ്രാങ്കോച്ചേട്ടൻ്റെ വീട്ടാ. നമുക്ക് പതുക്കെ ഇറങ്ങാം. സ്വസ്ഥമായൊരു സ്ഥലം, ഒരു പാട്ട് പറയാൻ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതേപോലെ അന്തരീക്ഷത്തിലാണ് കേട്ടാ. ഞാനെന്ന് തോന്നുന്നുണ്ട് 710 ഞാനാണ് എഴുതിക്കണം കേട്ടാ. തോക്കുവല്ലേ അങ്ങനെയുണ്ടേ. ഞങ്ങളുടെ സുന്ദരനെ ഞങ്ങൾ കണ്ടു. സുന്ദരൻ ചുള്ളനാണല്ലോ, പിന്നെയും ചുള്ളനാണല്ലോ. നമസ്കാരം ചേച്ചി. ചെക്കന്മാരൊക്കെ വളർന്ന് വലുതായിട്ടാ കേട്ടാ. ഹായ് ബ്രോ, ഹൗ ആർ യു? യുവർ നെയിം? നാഷ്. മലയാളം അറിയാം നിനക്ക്? പാട്ട് പാടും മലയാളത്തില്? ഇല്ല. അപ്പന്റെ പേര് ആരെങ്കിലും പാട്ട് പാടുമോ?
അങ്ങനെയാണോ? ഇതിനപ്പോ നമ്മുടെ സുന്ദരി ഹായ് ചേച്ചി, പേടിയൊന്നുമില്ലല്ലോ, ഫുൾ പവറാണ്. പാട്ടുകാർക്ക് എന്നിട്ട് പേടിയുന്നില്ലേ? ചേച്ചി തൃശ്ശൂർ തന്നെയല്ലേ? പിന്നെ എവിടെ? നമ്മുടെ ഉണ്ണീശപ്പള്ളിയിലാണ്. അതെ, ലൂർദ് പള്ളി നമ്മുടെ മെയിൻ പള്ളിയല്ലേ ലൂർദ് പള്ളി, അടിപൊളി. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഇരുന്നൊരു 2 തല്ലുകളുണ്ടോ? ഹായ് ബ്രോ, യുവർ നെയിം? നോയൽ. മലയാളം നന്നായിട്ട് പറയൂ. തൃശ്ശൂർ ഭാഷ ഉണ്ട് ചെറുതായിട്ട്. നിനക്ക് ഞാൻ അനിയത്തില്ലുള്ളത്, 3 പേരല്ലേ? ഫ്രാങ്ക് ഏട്ടാ, ഇവരൊക്കെ എങ്ങനെ മേയിച്ച് നടക്കണം ഇവിടെ അമേരിക്കയില്? രണ്ടാളും കോളേജാണ്. കോളേജ് +1 +2. അതിന് മോളെ കയറി ഡിഗ്രി എത്തിയില്ലേ? വാവ്. അപ്പൊ നമുക്കിന്ന് രാവിലെ ഫ്രാങ്കേട്ട വന്ന വഴിക്കത് അപ്പം എന്തൊരു ഇഷ്ടമാ? ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ. നമ്മൾ തൃശ്ശൂരുകാർക്ക് ഒരു പ്രത്യേക ഒരു ഇസ്റ്റൂമിക്ക് ഒരു നോട്ടം കൂടുതലാണല്ലോ. എന്ത് ഇഷ്ടാന്ന് പറഞ്ഞ പോലെ ഫ്രാങ്കേട്ടനെ ഞാൻ 15 കൊല്ലം മുമ്പേ ആ ഫോട്ടോയില് കാണുന്നത് ഇപ്പോഴാണെന്ന് സെയിമാ. എങ്ങനെ ഈ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യണ? പെയിന്റഡ് ഉണ്ടോ? പക്ഷെ ഈ മുഖത്തിന് അങ്ങനെ പെയിന്റഡ് തോന്നില്ലേട്ടാ. മറ്റേ ചെമ്പകമേലൊരു മറ്റേ മൈക്കും പിടിച്ചിരിക്കണ ആ ഒരു മുഖമാണ് എനിക്ക് എപ്പോഴും എന്റെ ഓർമ്മയിലുള്ളത്. ചേച്ചി എനിക്ക് ഫ്രാങ്കാരനോട് ചോദിക്കണ ചേച്ചിയോട് കഥകളൊക്കെ ചോദിക്കാളാ. ഏത് നല്ല വെള്ളപ്പങ്ങാടിയില് ചുട്ടെടുത്ത വെള്ളപ്പം പോലെ ഒരു വെള്ളപ്പം. ഭക്ഷണത്തിന്റെ പ്ലേറ്റ് നമ്മൾ സ്വല്പം ഇങ്ങോട്ട് നീക്കി 2 പേര് നമുക്ക് ഫ്രെയിമിൽ ഉൾപ്പെടുത്തില്ലെങ്കിൽ ഫ്രാങ്കോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയും കൂടി ഇല്ലെങ്കിൽ ഇല്ല അല്ലേ? അയ്യോ, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ സപ്പോർട്ട്? വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ? ചേച്ചിയുടെ സപ്പോർട്ടൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ പാട്ട് പാടാനൊക്കെ നിക്കണത്. അതായത് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളൊരു ജോലിയായിട്ട് നമ്മൾ വരുന്നതും ഇവിടെ വന്ന് ജോലി അന്വേഷിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ജീവിതത്തിലാണെങ്കിൽ നമ്മൾ പറയില്ല, വേർപ്പിന്റെ അസുഖം കണ്ടമാനമുള്ളതാണ്. ജീവിതത്തിൽ ഞാന് അതായത് പാട്ട് എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാനത് എൻജോയ് ചെയ്യാന്നുള്ളതല്ല, അത് എന്റെ ഒരു ശ്വാസം വലിക്കുന്ന പോലെ ഒരു പ്രാണനാണ് അത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ജോലിയല്ല. അപ്പൊ ഞാനിങ്ങനെ എന്തൊക്കെയോ ചെയ്യണു, അതിന്റെ ഇടയിൽ പ്രോഗ്രാമുകൾക്ക് പോകണു, ആൾക്കാർ പൈസ തരണു, റെക്കോർഡിങ്ങിന് പോകണു, പൈസ കിട്ടണു, അതുകൊണ്ട് സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. അപ്പൊ നമുക്കിത് എന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ വിവരം അറിഞ്ഞു. ഇവിടെ വരാനായിട്ടുള്ള കാരണം എങ്ങനെയാ ശരിക്കും? ഇവിടെ 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്റെ ഈ മക്കള് ഇവിടെ 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ അവര് ഇവിടെ ആയിരുന്നു. ഇവിടെ എന്റെ പാരന്റ്സിന്റെയും അനുജന്റെയും കൂടെ നിന്നിട്ടാണ്. പാരന്റ്സും എല്ലാവരും ഇവിടെ അമ്മച്ചി ഇവിടെ വന്നിട്ട് കുറച്ച് വർഷമായി, 10-30 വർഷമായി. അല്ല, അപ്പച്ചന്റെ അനുജൻ 50 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണ്. ഗ്രീൻ കാർഡ് ആദ്യത്തെ വിസ കിട്ടിയപ്പോ അപ്പച്ചന് എന്നെക്കാളും കൂടുതൽ കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അപ്പച്ചനും കുറെ ഈ സോഷ്യൽ ലൈഫുള്ള ഒരു മനുഷ്യനാണ്. എനിവേ അവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ എല്ലാ പേരൻസിന്റെയും പോലെ എന്റെ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങള് ഇത് തയ്യാറാക്കി. അങ്ങനെ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് അവരിങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ആ സമയത്ത് എനിക്ക് വിസ കിട്ടിയില്ല, ബാക്കി 3 ആൾക്കും കിട്ടി. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെയോ ഒന്നും പറയാൻ പാടില്ല. ആക്ച്വലി ശരിക്കും എന്റെ ഔസേപ്പച്ചൻ അങ്കിളാണല്ലോ. അപ്പൊ അങ്കിളുടെ കൂടെ ഞാനൊരു 13 വർഷം ഉണ്ടായിരുന്നു. ആളുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അന്ന് ആളുടെ കൂടെ ഉള്ള വർക്ക് ചെയ്തിരുന്ന സമയത്ത് ട്രാക്കുകൾ പാടും, പിന്നെ കോറസ് പാടാനായിട്ട് നിൽക്കും. അത്യാവശ്യം നല്ല പൈസയും കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ സമയത്തൊക്കെ? അതിന്റെ ഉള്ളിൽ അച്ചാച്ചൻ മരുമകൻ പരിപാടി ഇല്ല, ഒരു രക്ഷയില്ല. അതായത് അതിന്റെ ഉള്ളില് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഔസേപ്പച്ചൻ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഒരു കൺസിഡറേഷനും ഇല്ല. എന്നാൽ ഒരു മകന്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്രീഡം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അപ്പൻ എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ ആളും റിയാക്ട് ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവര് ഇവിടെ എത്തി. പിന്നെ ഞാൻ എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ MTVയിലും ഈ ചാനലിലൊക്കെ സ്ഥിരമായിട്ട്
പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ ആൽബങ്ങളുടെ ഒരു പ്രോഗ്രാം. അപ്പൊ ബോളിവുഡില് അന്നത്തെ ഈ ചാനലിൽ വരുന്ന ഈ പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ പലതും കാണുമ്പോ എന്താ വെച്ചാൽ വിഷ്വലൊക്കെ തിരക്കേടില്ല, പക്ഷെ പാട്ടുകള് പലതും ചിലതൊക്കെ തനി സബ്സ്റ്റാൻഡേർഡ് പാട്ടുകൾ പോലെ തോന്നാം, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതി ഞങ്ങള് 2-3 പേര്, ഞാനും സ്റ്റീഫനും സംഗീതും 3 പേരും കൂടെ ഒരു ബാൻഡ് ഫോം ചെയ്തു. ഏത് വർഷത്തില്? അയ്യോ, അതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ഒരു 25 കൊല്ലം മുമ്പുള്ള കഥകളാണ് പറയുന്നത്. അങ്ങനെ അപ്പൊ അവരൊക്കെ അന്ന് 2 പേരും ചേതനയില് അന്ന് സ്റ്റീഫൻ കീബോർഡ് പിയാനോ വായിക്കാനും സംഗീത് ഗിറ്റാറിസ്റ്റാണ്. അപ്പൊ ഇവർ 2 പേരാണ്. അപ്പൊ ഇവരുടെ കൂടെ ഇപ്പൊ ഞാനിങ്ങനെ ഇവരായിട്ട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചു, നമുക്കിങ്ങനെ ഒരു ബാൻഡ്, ഒരു ആൽബം എന്നൊക്കെ പറഞ്ഞ കുറെ തല്ലിപ്പൊളി ആൽബങ്ങൾ കാണുന്നുണ്ട്, ഭയങ്കരമായിട്ട് നമുക്ക് ഒരെണ്ണം നോക്കാലോ. പക്ഷെ അന്നൊന്നും അവൻ അങ്ങനത്തെ ഈ ഇവരുടെ പെന്തക്കോസ്ത പ്രോഗ്രാമുകൾക്ക് മെയിനായിട്ട് പോയിരുന്നത്. അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല ആൾക്ക്. അല്ല, ടീം വർക്കിന്റെ ഒരു നല്ലൊരു ഭാഗം തന്നെ ആളെ ഏൽപ്പിച്ചു കൊടുത്താ ഫ്രാങ്കോടെ പാടിയാൽ മതി, പുള്ളി മ്യൂസിക് ആളെ നോക്കിയോളും. എക്സാക്ട്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാല് എന്ത് വെച്ച് തുടങ്ങണം, ഡിഫറെന്റ് ആണ്. എല്ലാതും ഈ ലവും തീമും അങ്ങനത്തെ, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു പാട്ട് എന്തിനോ വേണ്ടി ഒരു പാട്ട് ചെയ്യുന്നു. വളരെ വിരളമായിട്ടാണ് എന്തെങ്കിലും തീം ഓറിയന്റഡ് ആയിട്ട് ഹിന്ദി ആൽബങ്ങളിലെ പല പാട്ടുകളും വളരെ റെയർ ആയിട്ടാണ് നല്ലതെന്ന് തോന്നിയിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ആൽബം യേ ജിന്ദഗാനി എന്ന് പറഞ്ഞൊരു ഹിന്ദി ആൽബമാണ് എൻ്റെ കരിയറിലെ ആദ്യത്തെ പ്രൊജക്റ്റ്. അപ്പൊ അന്നത് ചെയ്ത് നമുക്ക് കുറെ നടന്നുണ്ട്. ബോംബെ ഒക്കെ ഒരു 1.5 വർഷം തെണ്ടി നടക്കുമ്പോൾ ഇതൊന്ന് റിലീസ്, ഹിന്ദി ആൽബം അല്ലേ, നമുക്കിത് റിലീസ് ചെയ്യണമെങ്കിൽ അത് മലയാളത്തിൽ എടുക്കാണ്ട് ആദ്യം ഹിന്ദിയിലാണ് പോയി എടുക്കണേ. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അന്ന് നമ്മൾ കേൾക്കുന്ന പല ആൽബങ്ങളും ഒരു എന്റെ ശൈലിക്ക് ചേർന്ന പാട്ടുകളല്ല. ഞാൻ കുറച്ചും കൂടി വെസ്റ്റേൺ ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് ചെയ്തിരുന്നത്, പാടിയിരുന്നത്, അല്ലെങ്കിൽ എന്റെ ബേസിക് ടേസ്റ്റ്. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ട് ഹിന്ദി ആൽബങ്ങളിലെ പാട്ടുകൾ തോന്നിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിന് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനെ 2 പേരെ കിട്ടി. സ്റ്റീഫൻ ദേവസി പോരാലേ എന്നൊക്കെ. അല്ല, 2 പേരും ഭയങ്കരമാരാ. സംഗീതം അന്ന് ലണ്ടൻ ട്രിനിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. 2 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതിന് പുറമെ ഏറ്റവും ബെസ്റ്റ് മ്യൂസീഷ്യൻസ്, ഇന്ത്യയിലുള്ള ഏറ്റവും നമ്പർ 1 എ റഹ്മാന് വേണ്ടി പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റുകള്. അത് പിന്നെ എനിക്ക് ഔസേപ്പച്ചന്റെ കെയർ ഓഫില് അവരുടെ അടുത്തേക്ക് ആക്സസ് ഉണ്ട്, എത്താൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ ശരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി അതാണ് എനിക്കുള്ള എൻട്രി. അല്ലാതെ നമ്മളിങ്ങനെ ഒരു തോട്ട് പോലും വരില്ലല്ലോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റുകളെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതൊക്കെ കണ്ട് നമ്മൾ പഠിക്കുന്നതല്ല, അത് ചെയ്തും കണ്ടും പഠിക്കുന്ന. അങ്ങനെ നമ്മുടെ ആൽബം കുറെ നാളത്തെ എഫർട്ടിന് ശേഷം ആൽബം റിലീസായി. ആൽബം ആദ്യം നമുക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നത് ടൈംസ് മ്യൂസിക് ആയിട്ടാണ് ബോംബെയില്. പിന്നെ അവിടെ നിന്നുള്ള ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അവിടുന്ന് ഇത് ചെയ്ത്, രാജിവെക്കല്ല, ജോലി വേണ്ടെന്ന് വെച്ചിട്ട് കോസ്മിക് മ്യൂസിക് എന്ന് പറഞ്ഞ ആന്ധ്രയിലുള്ള ഒരു കമ്പനിയിലേക്ക് വരുന്നു. അങ്ങനെ അപ്പൊ ആദ്യത്തെ മ്യൂസിക്കുകളുടെ ആൽബം ഏത് വർഷത്തിൽ ഇറങ്ങിയ ശരിക്കും? 2001, 2001 ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ബാൻഡ് ഫോം ചെയ്തതും പിന്നീട് റിലീസാവുന്നത്. അങ്ങനെ ഈ കോസ്മിക് മ്യൂസിക് ആയിരുന്നു പറഞ്ഞത്. പെട്ടെന്ന് കോസ്മിക് മ്യൂസിക്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് പിന്നെ ഒരു 6 വർഷം ഞങ്ങള് 3 പേരും കോസ്മിക് മ്യൂസിക്കിന്റെ ഭാഗമായിരുന്നു. 6 വർഷമില്ല, 3-4 years അത്ര. ഈ സുന്ദരിയേവ ഏത് വർഷം ഇറങ്ങിയ? അയ്യോ, 2000. എന്റെ ഒരു +2 കാലഘട്ടം 2000+1 എന്ന് പറഞ്ഞാൽ 2005. അപ്പൊ 2005, 2006 കാലഘട്ടങ്ങളായിരിക്കണം അല്ലെ? 10-15-20 വർഷത്തിന്റെ നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ട് എടുത്ത് നമ്മള് മറ്റേ പാടി കൊടുക്കുന്ന പാട്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ പാട്ടെന്നൊക്കെ വേണമെങ്കിൽ സുന്ദരിയേവനെ പറയാം. അതൊരു മിറാക്കിളാണ് ശരിക്കും എനിക്കിട്ട. കാരണം അതിനൊരു ഭയങ്കര ഭീകരതയുള്ള ഒരു പാട്ടല്ല, എന്നാ ഒരു തലമുറേനെ കുലുക്കിയിട്ടുള്ളതാണ്. ജീവിതകാലം കേട്ടിരിക്കുന്ന ഒരു സാധനം. എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അതിന്. മേ ബി അതിന്റെ സിംപ്ലിസിറ്റി ആയിരിക്കാം.
വരികള് പെട്ടെന്ന് പറഞ്ഞ് കൺവേ ചെയ്യാൻ എളുപ്പമുള്ള വരികളാണ്, എല്ലാവർക്കും മൂളാവുന്ന ട്യൂണാണ്. പ്രായഭേദമില്ലാണ്ട് പാടാം. ഇപ്പോഴും ഞാൻ എവിടെ പ്രോഗ്രാമിന് പോവാണെങ്കിലും ചെമ്പകമേ, സുന്ദരിയവ ഈ 2 പാട്ടും പാടാതെ എനിക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. സോ അതൊരു അന്നാ ഇറങ്ങിയപ്പോ എന്തായിരുന്നു? അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ബിക്കം സെലിബ്രിറ്റി എന്നുള്ള ലൈനിലേക്ക് മാറിയിട്ടുണ്ടാവും ഒരു പക്ഷെ. ശരിക്കും ആ ഒരു പാട്ട് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞത് ഒരു പ്രോ വെർഷനിലേക്ക് ആൾക്കാർ തിരിച്ചറിയണോ അല്ലെങ്കിൽ പിന്നെ എന്നെ ഇപ്പൊ ഞാൻ എന്റെ ഒരു പ്രൊഫൈല് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 200-ലധികം മൂവികൾക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. പലതും ഒരു 4-5 ഭാഷകളുണ്ട്, മലയാളം, തമിഴ്, തെലുങ്ക്, എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ടല്ലോ ശരിക്കും. ഒരു ഇംഗ്ലീഷ് മൂവിക്കും പാടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ട്. പല പ്രൊജക്ടുകളും വലിയ വലിയ പ്രൊജക്ടുകൾ. വേട്ടയാട് വിളയാടില് നെരുപ്പ്, സിക്കിമുക്കി നെരുപ്പ്, സൂര്യയുടെ സോ അതുപോലെ പ്രാഞ്ചേട്ടനിലേക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്. ഞാൻ ഇടയ്ക്ക് വേണ്ടിട്ട് കിനാ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടിയല്ലോ. എന്തായാലും ഇവിടെ വൃത്തിയല്ലേ. ഇന്ന് ഫുള്ള് പാട്ട് പാടണട്ടാ. ഇന്ന് പറയണ പാട്ടാണ്. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ട പാട്ടുകളൊക്കെ ചോദിക്കും. ഒന്ന് ഇടയ്ക്ക് ഒന്ന് മൂളി കഥയും പാട്ട് ഒരുമിച്ചാണ്. നോ പ്രോബ്ലം. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ, വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ. കൈയടിക്കാൻ എന്റെ കയ്യിൽ ക്യാമറ അടിക്കില്ല. അപ്പൊ അത് ആ പ്രൊജക്ട് അത് അങ്കിൾ എനിക്ക് തന്ന ഏറ്റവും ബെസ്റ്റ് പാട്ടാണ്. എന്റെ ലൈഫിലത്തെ ബെസ്റ്റ് സോങ്. അത് നമ്മുടെ തൃശ്ശൂര് പ്രാഞ്ചി മൂളിൽ തന്നെ കളിക്കാൻ പാടാനും പറ്റി അല്ലെ. അതില് അപ്പൊ ഈ ചെമ്പകമേ സുന്ദരിയൊക്കെ ഇറങ്ങിയ ആ സമയത്തിന്റെ ഇതെന്ന് പറഞ്ഞാല് അന്ന് എന്റെ എന്താ പറയാ വളരെ കുറച്ച് പാട്ടുകൾ തന്നെ ഇറങ്ങിയിട്ടുള്ളൂ. ആദ്യത്തെ പാട്ട് ഈ ചെമ്പകമേ സുന്ദരിയല്ല. അതിനു മുമ്പ് ഞാൻ കുറച്ച് പടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ ഫുള്ളല്ല കുറച്ചൊക്കെ ഭാഗങ്ങൾ പാടാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി. പാട്ടുകൾ ഹിറ്റുകളാണ് ശരിക്കും. ആ പാട്ടുകളൊക്കെ നല്ല ഹിറ്റായിട്ടുള്ള പാട്ടുകൾ. ഇതില് എസ്പെഷ്യലി ഈ ആൽബം കഴിഞ്ഞ് പിന്നീട് ഇറങ്ങിയ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ട് രാക്ഷസി. രാക്ഷസി നമ്മളുടെ പാട്ട് ഞാനും അഫ്സലും കൂടി ഞങ്ങൾ തിമിർത്ത് പാടിയിട്ടുള്ള പാട്ട് അത് രാക്ഷസി. അതൊരു കാലഘട്ടത്തിന്റെ പാട്ടാണ്. അതൊരു കാലഘട്ടത്തിന്റെ പാട്ടായിരുന്നു. അന്തിക്കാടുപുറം പറഞ്ഞ പോലെ ഒരു കോളേജ് പിള്ളേർ അന്തിക്കാടുപുറം അന്നൊക്കെ ശരിക്കും പറഞ്ഞ നമ്മുടെ ജിമ്മി ജിപ്പൊന്നും ക്യാമറയൊന്നും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി അതായിരിക്കും നമ്മളുടെ ഇൻഡസ്ട്രിയിലെ. എനിവേ അപ്പൊ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ. ഈ വേട്ടയാട് വിളവൊക്കെ പാടിപ്പോ കമലഹാസൻ സാറൊക്കെ വിളിക്കുക അല്ലെങ്കിൽ സംസാരിക്കലൊക്കെ ഉണ്ടായിണ്ട. ശരിക്കും മ്യൂസിഷ്യൻ പാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങളവിടെ പല പടങ്ങളുടെയും പൂജ ഉണ്ടാവില്ല, പൂജയോടനുബന്ധിച്ച് റെക്കോർഡിങ്ങുകൾ വരും. അങ്ങനെ വരുമ്പോ അവര് എല്ലാ ആക്ടേഴ്സും ആക്ട്രസുമാരും ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ടാവും. വേട്ടയാട് വിളയാടിന്റെ ഡയറക്ടർ ഗൗതം വസുദേവ് മേനോൻ. അദ്ദേഹം ആ സമയത്ത് റെക്കോർഡിങ്ങിന്റെ സമയത്ത് അന്ന് ഞാൻ നാട്ടിൽ നിന്നാണ് അന്ന് പാടാനായിട്ട് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അന്ന് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാട്ടിന്റെ ആദ്യം ബേസിക് സാധനം നമ്മളെ പഠിപ്പിച്ചു തരിക ചെയ്യുന്നത്. പിന്നെ അവർക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഭാഷകളിലുള്ള ഇതിൽ അവർ കറക്റ്റ് ചെയ്യേണ്ടവരെ നമ്മളുടെ ഉച്ചാരണമാണ്. നമ്മുടെ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ മലയാളത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും പാടില്ല. അപ്പൊ അതൊരു കഴിവ് തന്നെയാണ്. അന്യഭാഷകളിൽ പാടാന്ന് പറഞ്ഞ ഒരു പാട്ടുകാരെ സംബന്ധിച്ചാൽ അതൊരു കഴിവാണ് ശരിക്കും. അതിൽ മെയിൻ ആയിട്ടും അവർ നോക്കുന്നത് എസ്പെഷ്യലി ഇന്ത്യയില് ഞാൻ ഒരുപാടല്ല, നമ്മൾ ഈ ആൽബത്തിന്റെ സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം ഒരു പ്രോപ്പർ ഉച്ചാരണം, അതാണ് അവർക്ക് ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അന്ന് അതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒരു സദ്യത്തെ ഒരു ചെറിയ വരി പാടാൻ പറ്റും. നെരുപ്പേ സിക്കി മുക്കി നെരുപ്പേ ഇതമാ ഒത്തടം കൊടുപ്പേ മെതുവാ സൊക്കി സൊക്കി മയക്കി മടിയിൽ പടുപ്പേ ഓ ദൂരം ദൂരം
സംഭവം തന്നെയായിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ അപ്പൊ ആ പാട്ടിന്റെ ഒക്കെ സമയത്ത് സാൻഡ്മൻ ചോദിച്ചത് നമ്മുടെ ആക്ടർ കമലഹാസനെ കണ്ടിട്ടുണ്ടോ? കമലഹാസനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ പ്രൊജക്ടുകൾക്ക് വേണ്ടി വേറെ മൂവികളുടെ ഇതുപോലെ റെക്കോർഡിംഗ് സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇളയരാജ സാറിന്റെ വന്ന അങ്കിളുടെ കൂടെ ഇളയരാജ സാറിന്റെ വർക്കിന് അങ്കിള് പോകുമ്പോ ഞാൻ കൂടെ ചെന്നിരിക്കും. എനിക്ക് വെറുതെ അകത്ത് ഇരുന്നിട്ട് അവരുടെ വയലിനും ചെല്ലവും ആ സാധനങ്ങളിലൊക്കെ ഇത് കാണാനായിട്ട് വലിയൊരു ഭാഗ്യം തന്നെയാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം. ഭയങ്കര ഭാഗ്യം. അതുപോലെ ദേവസാറിന്റെ വർക്കുകള് പണ്ട് ഞാൻ ഇതൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അതായത് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലത്തെ കാര്യങ്ങൾ പറയുന്നത്. അന്ന് വെക്കേഷനൊക്കെ വല്ലപ്പോഴും മദ്രാസിലേക്ക് അന്നൊക്കെ വളരെ വിരളായിട്ടല്ലേ നമ്മളൊക്കെ. ആ സമയത്ത് വെക്കേഷൻ സമയത്ത് ഫാമിലിക്ക് ആയിട്ട് ഒരാഴ്ചക്കൊക്കെ ആയിട്ട് പോകുന്ന സമയങ്ങളിൽ അങ്ങനെ പോകുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതത്തോടു കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഈ റെക്കോർഡിംഗ് സെഷനുകൾ ഇവരുടെയൊക്കെ. അന്നൊക്കെ വലിയ വലിയ റൂമുകൾ വേണം. എന്നിട്ട് ഞാൻ എന്റെ റൂമില് ചെറിയൊരു റൂമിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ റെക്കോർഡിങ്ങിന്റെ സമയ സെഷനുകളില് ആക്ടേഴ്സ് വരിക എന്നുള്ളത് കോമൺ അല്ല. പിന്നെ അതൊക്കെ അതിനുശേഷം. ഈ സുന്ദരിനെ എത്ര നാളായി കൂടെ കൂട്ടിട്ട്? ഇത് ഇന്ന് മിനിഞ്ഞാന്നത്തേക്ക് 21 കൊല്ലായി. 21 കൊല്ലായി. നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടെ? അത് പെണ്ണ് കാണലാണോ അതോ പ്രേമവിവാഹമാണോ? ചേച്ചി മനസ്സോർക്കണ്ട? ആളധികം എന്താ പറയാ ക്യാമറ ഷൈയാണ്. പക്ഷെ എന്റെ കൂടെ ഇങ്ങനെ എന്റെ ഒരു ഭാഗമായിട്ട്. നിങ്ങളെ എങ്ങനെ കണ്ടുമുട്ടിയത്? അല്ല, എനിക്ക് പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ നോക്കി സെറ്റ് ചെയ്തു. പിന്നെ ഇതിന്റെ ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല. അല്ല, വേഗം പറഞ്ഞു പിന്നെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു. നിങ്ങളധികം കല്യാണത്തിന് മുമ്പ് എന്താ പറയാ പരസ്പരം അങ്ങോട്ട് അറിയാം. പിന്നെ ഇവളുടെ ബ്രദർ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ സ്വഭാവ ഗുണത്തിനെ പറ്റി അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ സുന്ദരിയായിട്ട് മുന്നാണോ ഈ നിങ്ങളുടെ കല്യാണം വരുന്നത്? അതെ. ഏത് 2020? അപ്പൊ 2003 കാലഘട്ടം. ചേച്ചി ഒരു പാട്ടുകാരി എന്ന് പറയണല്ലോ, ഒരു വരി നമുക്ക് പാടിപ്പിച്ചാലോ? ചേച്ചി പാട്ടുകാരിയല്ല, അത് അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിട്ട് വരയ്ക്കും. പാടുമെന്ന് വെച്ചാൽ പാടുമ്പോ ചേച്ചി ഫ്രാങ്ക് ഏട്ടൻ എന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെ? ഇത്രയും നാള് ഒരു പാട്ടുകാരനെ കൊണ്ടു നടന്നതിനുള്ള എക്സ്പീരിയൻസ് എന്നിട്ടാ? ആ ചിരിയിലെ കാര്യം മനസ്സിലായില്ലേ ദൈവം? അല്ല, എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്തെങ്കിലും പറയാൻ? അതായത് എന്നെ സംബന്ധിച്ച് റോൺസിനെ സംബന്ധിച്ച് ഞാനിവിടെ റോൺസി ഞാൻ ഡ്രോൺസി പെട്ടെന്ന് ഡ്രോ എന്ന് പറഞ്ഞു. ഒരു വെറൈറ്റി പേരാണല്ലോ. ഓക്കെ. അപ്പൊ റോൺസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇവിടെ ആദ്യത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു 7-Eleven ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ആദ്യം അതിന്റെ ഒരു ബേസിക് സംഭവങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളതില് നമ്മള് ഫ്രീ ആയിട്ട് നമ്മൾ വളണ്ടറി ചെയ്യുന്ന പോലെ ഒരു മാസം അവിടെ ഞാൻ ജോലി ചെയ്തു എന്താന്ന് കാണാൻ. അപ്പൊ അന്ന് മനസ്സിലായി ഇത് നമുക്ക് പറ്റില്ല എന്നുള്ളത്. കാരണം 24 മണിക്കൂറും ഓപ്പൺ ആണ്. 24 മണിക്കൂറും നമ്മൾ ഈ ക്യാമറ നോക്കിയിരിക്കണം. എംപ്ലോയീസ് എന്താ ചെയ്യണേ, അവൻ കക്കുണ്ടോ പിടിക്കണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കും. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഫാമിലി ലൈഫ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്തായാലും പിന്നെ ആ സമയം ഞാൻ വന്ന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാല് കോവിഡിന്റെ സമയം. അതിന്റെ ഉള്ളിലാണ് വന്ന് ഇറങ്ങണ. ആ ഒരു സമയത്ത് നമുക്ക് വേറെ ബിസിനസ്സുകൾ, ഇപ്പൊ ഒരു മ്യൂസിക് ഒരു ചെറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തുടങ്ങാനോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും നമ്മളൊക്കെ പൈസയായിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ പൊട്ടുകൂടെ ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ഫെഡെക്സില് ജോലിക്ക് കയറി. അത് കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, ടൂ മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റിയാ. ഈ പ്രായത്തിൽ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. ഇല്ല, റോൺസിനൊന്നും ചെയ്തിട്ടില്ല, അന്നൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റോൺസി ഇതിന് ചെന്നു. മറ്റേ റോസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട്. അതില് എംപ്ലോയി ആയിട്ട് ഒരു 2 മാസം പോയാ
3 മാസം അവിടെ ജോലി ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ, എന്ത് ചെയ്യും, എങ്ങനെ എവിടെ കയറും. അങ്ങനെ ഇരിക്കുമ്പോൾ USPSല് ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു പരസ്യം കൊണ്ട് ഏതൊരു പോസ്റ്റ് ഓഫീസിലെന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ വേഗം അത് നോക്കി. അതിന്റെ ഒരു പരീക്ഷയുണ്ട്, അത് ആ ടെസ്റ്റ് നല്ല മാർക്കോടുകൂടി പാസ്സായി. എന്നെ സെലക്ട് ചെയ്തു. അത് അന്ന് ഫെഡറൽ ഗവൺമെന്റിന്റെയാണ്. അവിടെ കയറി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കീപ്പ് ഓൺ, എനിക്ക് ഇമ്പ്രൂവ്മെന്റുകൾ ഇഷ്ടമുള്ള ആളാ ലൈഫില്. അപ്പൊ ഞാനിങ്ങനെ അത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, കാരണം ഞാൻ ക്ലർക്കായിട്ടാണ് കയറിയത്. അപ്പൊ ഞങ്ങളുടെ ക്ലർക്കുമാരുടെ മെയിൻ ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സോർട്ട് ചെയ്യുന്നു, പാഴ്സലായാലും ലെറ്റേഴ്സ് ആയാലും സോർട്ട് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് കാരിയേഴ്സാണ്. നമ്മുടെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരിയേഴ്സ് എന്ന് പറയാം. ഈ കാരിയേഴ്സ് ആണ് ചെയ്യണേ. എനിക്ക് എന്തുകൊണ്ടോ കുറെ കഴിഞ്ഞപ്പോ ഒന്നും നമുക്ക് ചെയ്യാൻ പിന്നെ അതിന്റെ കൂടെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ വർക്കുകള് എന്തെങ്കിലും സ്റ്റേജ് ഷോസ് കിട്ടിയതിന് പോവാൻ പറ്റില്ല. അപ്പൊ ചേച്ചിക്ക് വർക്കിന് പോകാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു ശരിക്കും. ആൾക്ക് ഞാൻ എനിക്ക് തോന്നുന്നില്ല ആളിപ്പോഴും പറയും പാട്ടിന്റെ ഇതിലേക്ക് എവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ, ലാസ്റ്റ് പാട്ട് പാടിയില്ലെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് വിട്ട് പോണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതിനൊക്കെ ഉപരിയല്ലേ ഉള്ളിൽ സന്തോഷം തരാൻ. ഫ്രാങ്ക് ആയിട്ട് തൃശ്ശൂർ ഭാഷ കിട്ടുന്നില്ലേ? ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ഒരു പക്ക തൃശ്ശൂർ ഭാഷ കിട്ടുന്നുണ്ട്. ലൂർദുവിളി തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അല്ല, അത് ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ഇതാണ്. നമുക്ക് അത്രയും സപ്പോർട്ട് ഒരു ഭാഗത്ത് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ആചാരെ സംബന്ധിച്ചോളം അല്ലേ. അയ്യോ അതന്നെയുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെയുള്ള അപ്പൊ എന്റെ വൈഫ് എനിക്ക് ഇത്ര സപ്പോർട്ട് കാരണം ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നടക്കണേ. അപ്പൊ അത് അവളാണ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. അന്ന് അങ്ങനെ ചെയ്യാം, ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അടുത്തിട്ട് അത് ഇന്നടിച്ചാല നമുക്കെന്ന് പറയാപ്പോഴും അന്ന് അടുത്ത അമേരിക്കന്റെ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഞാന് നമ്മളിപ്പോ റാൻഡമായിട്ട് നമ്മളിപ്പോ മൊബൈൽ ഓൺ ചെയ്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് യൂട്യൂബുകളിൽ കുറെ സംഭവങ്ങൾ കാണുന്ന ഒരു പുതുമയുള്ള ഒരു സംഭവം. തൃശ്ശൂരിലുള്ള കുറെ വീഡിയോസാണ് അന്ന് ഞാൻ കണ്ടത്. സൈക്കിൾ സീരീസ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നല്ല സൈക്കിളില്. എനിക്ക് തോന്നണം അതിനുശേഷം ഞാനും അതുപോലത്തെ ഒരു സൈക്കിള് വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ അന്ന് അതുപോലെ തന്നെ നമ്മളുടെ സുനിൽ സുഗത ചേട്ടന്റെ ആ ബിയർ ചിക്കന്റെ എപ്പിസോഡ്, ദെൻ അവരുടെ വീട്ടിലേക്കുള്ള അവരുടെ വീടിന്റെ പുറത്ത് നിങ്ങള് എല്ലാം നല്ല പ്രസന്റേഷൻ ഒത്തിരി നല്ല ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു എപ്പിസോഡ് നിങ്ങളുടെ ആമസോൺ ആ ഒരു സീരീസ് വണ്ടർഫുൾ. ഭയങ്കര എന്താ പറയാ റിസ്ക് ഉള്ള ഏരിയ ആയിരുന്നു. അതൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് എനിക്ക് കാടിന്റെ കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ആള് ഇദ്ദേഹമാണ്. കാട്ടില് പോവാ, അവിടെ താമസിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. അവിടെ പോയി പാട്ട് പഠിക്കുക. താമസിക്കലല്ല, എനിക്ക് കാട് കാണാനും അത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. റൈഡൊക്കെ ഇഷ്ടമാണ്. അതുപോലെ കാട്ടിലൂടെ നടക്കുക. ചേച്ചിയുടെ സപ്പോർട്ടാണ് ഫ്രാങ്കേട്ടൻ ഇപ്പോഴും കൂടെ നിർത്തണതും. ഫ്രാങ്കേട്ടന്റെ ഒരു ബാക്ക് ബോൺ തന്നെ പറയാം. അപ്പൊ ഇനി ഉള്ള ഒരു പ്രൊജക്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത് നമ്മളെ ഒരു ചെറിയൊരു ട്രിപ്പ് നടത്തിയാൽ നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ അമ്മാമ ഇവിടെ വന്ന ഒരു 96-ാമത്തെ വയസ്സിലാണ് ആള് മരിക്കുന്നത്. ഇവിടെ വന്നിട്ട് അമ്മാമ 96 വയസ്സ് കൂടി ഉണ്ട്. 96 വയസ്സിലാണ് ഇവിടെ വെച്ചാ മരിക്കുന്നത്. അമ്മാമ ഇവിടെ വന്നിട്ട് ആദ്യം അപ്പച്ചന്റെ അനുജന വന്നത്, എന്റെ പേപ്പൻ ജോയ് നീലങ്കാവിൽ. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ് അപ്പച്ചന്റെ ആദ്യത്തെ വിസ വന്നപ്പോ അപ്പച്ചൻ പോകുന്നില്ല. അപ്പച്ചന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര മിടുക്കന്മാരല്ലാത്തത് കൊണ്ട് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേക്ക് എടുത്തല്ലേ? അല്ല, എനിക്ക് ഇവര് വന്നപ്പോ എനിക്ക് വിസ കിട്ടിയില്ല. എന്റെ അപ്പനമ്മയൊന്നും വന്നപ്പോ എനിക്ക് വിസ കിട്ടിയില്ല. അപ്പച്ചൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ആള് വളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ആദ്യം ഇവിടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു. റിട്ടയർമെന്റ് എടുത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് എടുത്തില്ല, വളണ്ടറി എടുത്തിട്ട് ആള് പോകുന്നു. അമ്മയാണെങ്കിൽ അന്ന് പ്രൈമറി ടീച്ചറാണ്. നമുക്ക് അപ്പച്ചൻ ഈ പറഞ്ഞ പോലെ വേറെ ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് അല്ലല്ലുകൾ അറിഞ്ഞിട്ടില്ല. പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വലിയ കോടീശ്വരന്മാരാണെന്നല്ല പറയണേ, പക്ഷെ അത്യാവശ്യം വൃത്തിയിൽ തന്നെ ഞങ്ങള് ജീവിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പകാലം. അപ്പോ അമ്മൊക്കെ
തുടക്കത്തിൽ ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ചെറിയ ഓർമ്മകൾ ഏറ്റവും നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന കുറേ നല്ല ഓർമ്മകളിൽ അമ്മാമ ഭയങ്കര നല്ല ഒരു ഇവിടെ മുന്നിൽ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഏത് വർഷത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്? 2002 വരുന്നത്. 2002 വന്ന് ഇപ്പൊ ഗ്രീൻ കാർഡോട് കൂടിയിട്ട് വരണേ. ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നതിലാണ് വരുന്നത്. എന്റെ ഫാദറിന്റെ കെയർ ഓഫില് മക്കളെ സ്പോൺസർ ചെയ്യാലോ. അങ്ങനെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ വരുമ്പോഴേക്കും എന്താ വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ അവിടെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി. നാട്ടിലെ കുറച്ചൊക്കെ ആൾക്കാർ അറിഞ്ഞ് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വകാര്യ അഹങ്കാരമാണല്ലോ ഒരാളെ എസ്റ്റാബ്ലിഷ് ആവാൻ സന്തോഷമാണല്ലോ. അത് നമ്മളെ പ്രതീക്ഷിച്ചല്ലെങ്കിലും എങ്ങനെയോ അങ്ങനെ ആയിപ്പോയി. അപ്പൊ പിന്നെ കിട്ടിയ സംഭവം എനിക്ക് കളയാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറെ നാള് നല്ലോണം എന്താ പറയാ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ലൈഫ്. ഇല്ലില്ല, ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞപ്പോ ഓരോ പ്രാവശ്യം വരുമ്പോ നമുക്ക് ഈ ഗ്രീൻ കാർഡ് റിന്യൂ ചെയ്യണം. 6 മാസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പാടില്ല. അപ്പൊ ഒരുവിധം വർഷങ്ങളിലൊക്കെ 1-2 തവണ ഞാൻ ഇവിടെ വന്നു പോകും. അപ്പൊ വരുന്ന സമയത്ത് ചിലപ്പോ പ്രോഗ്രാമുകളായിട്ട് വരാൻ പറ്റാറുണ്ട്. ഇപ്പോഴും ഇവിടെ പ്രോഗ്രാമുകൾക്ക് കാനഡയിലും അമേരിക്കയിലൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. പ്രോഗ്രാമുകൾ പ്രത്യേകിച്ച് ഇവിടുന്ന് നമുക്ക് US-ന്റെ ഉള്ളിലാവുമ്പോ എനിക്ക് വീക്കെൻഡുകളിലെ USPSന്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം ബ്രേക്ക് ചെയ്തു, അത് വിട്ടുപോയി. അതായത് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ല പേഴ്സൺ ഐ ജസ്റ്റ് വാണ്ട് ടു കീപ്പ് ഓൺ ഇംപ്രൂവ് മൈസെൽഫ്. അപ്പോ നോക്കുമ്പോ ആ ജോലി എന്തുകൊണ്ടും എനിക്കൊരു ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ ടൈമുകൾ എനിക്ക് കിട്ടിയിരുന്നു ഒക്കെ നൈറ്റുള്ള ഷിഫ്റ്റുകൾ പലപ്പോഴും കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഉറക്കത്തിനെ എഫക്ട് ചെയ്യണം, എല്ലാത്തിനും എഫക്ട് ചെയ്യാം. മൊത്തം ഫാമിലി ലൈഫില്ല, ഒരു 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 സുഖമില്ലായ്മ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് ഇപ്പൊ ഞാൻ സ്റ്റേറ്റിൽ കയറി. സ്റ്റേറ്റ് എംപ്ലോയി ആണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റില് വർക്ക് ചെയ്യുന്നു. പാട്ട് ഇതിന്റെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം എനിക്ക് ഫ്രൈഡേ ഇത് കഴിഞ്ഞാൽ ഈവനിങ് എന്റെ ജോലി കഴിഞ്ഞ് വന്ന് അവിടുന്ന് മുതൽ എനിക്ക് രാജ്യങ്ങളിൽ പ്രോഗ്രാം കാനഡ അമേരിക്ക തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അത് മലയാളികളുടെ പ്രോഗ്രാമുകൾ അറിയണ്ടല്ലോ, നമ്മുടെ എല്ലാ സ്ഥലത്തുള്ള പോലെ ഇവിടെയും എന്തെങ്കിലും അറിയാൻ മലയാളികളുണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാം നമുക്ക് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ബുക്കിംഗ് എടുക്കണത് എങ്ങനെയാ? പ്രോഗ്രാമിന് എന്റെ നമ്പർ ഇപ്പൊ ഞാനിവിടെ ലോസ് ഏഞ്ചലസിലാണെന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാം. ഞാൻ ഇവിടെ വന്നപ്പോ ഫ്രാങ്കോട്ടാണ് മറക്കരിക്കോട്ടോ അപ്പൊ അവര് അങ്ങനെ കണക്ട് ചെയ്യുന്നല്ലേ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യും. ഇവിടെ അസോസിയേഷനുകളിൽ എന്റെ നമ്പറുകള് എല്ലാവർക്കും ഒരു ഇതറിയാം, എളുപ്പമാണല്ലോ. അങ്ങനെ വർക്കുകളൊക്കെ കിട്ടാറുണ്ട്. വർക്കുകൾ ചെയ്യാറുണ്ട്. ബാൻഡായിട്ട് ഇപ്പോഴും കൊണ്ടോ വർക്ക് പാടിയിട്ട് ബാൻഡുകളായിട്ടുള്ള പ്രോഗ്രാമുകൾ വരണമെങ്കിൽ അതുപോലെയുള്ള ബാൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ മ്യൂസീഷ്യൻസ് വേണം. നമുക്ക് പാട്ടാണ് നമ്മുടെ ഒരു മൂഡ് പാടാൻ ഓർക്കസ്ട്രയൊക്കെ അവര് സെറ്റ് ചെയ്യും അവിടെ. അപ്പൊ അവർ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ പ്രോഗ്രാമുകൾ മലയാളികളുടെ പ്രോഗ്രാമുകൾക്ക് അത്യാവശ്യം ദൈവം അനുഗ്രഹിച്ച് തർക്കേട്ടില്ലാതെ പോകുന്നുണ്ട്. പുതിയതായിട്ട് പാട്ട് പാടാൻ വരുന്ന കലാകാരന്മാരുടെ എന്താ പറയാ? ഫ്രാങ്കാർഡിന്റെ അപ്പച്ചൻ അമ്മച്ചാണ്. തേക്കിൻ കാട് എന്നൊരു നാമം കേട്ടവരുണ്ടോ? അപ്പൊ ഫ്രാങ്കാർഡിനെ എങ്ങനെയാക്കി അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത അമ്മാമനാണ് നമ്മൾ പോവാ. അനുജൻ ലിയോ ചേട്ടൻ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അമ്മാമന്റെ അടുത്ത് നമ്മള് പറഞ്ഞു എത്തി വരവ് റീച്ചുണ്ട്. ഫ്രാങ്കാർഡ് സാമ്രാജ്യം കാണിക്കാനായിട്ട് പോവാട്ടാ.